പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ 64 പേർ ദുരുപയോഗം ചെയ്തതായി പരാതി. പരിശീലകരും കായിക താരങ്ങളും സഹപാഠികളും സമീപവാസികളും കേസിൽ പ്രതികളാവും. സംഭവത്തിൽ 5 പേർ അറസ്റ്റ്. CK അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, വളരെ ഗൗരവതരമായിട്ടുള്ള വാർത്തയാണ്, കേൾക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്നു. 64 പേർ ഒരു പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം എന്താണ്? അറസ്റ്റിലായ 5 പേർ ആരാണ്? 18 വയസ്സുള്ള പെൺകുട്ടിയാണ് പരാതിക്കാരി. പിന്നിട്ട 3.5 വർഷ കാലയളവിനിടെ തന്നെ 64 പേർ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. കായിക താരമായിട്ടുള്ള പെൺകുട്ടിയെ കായിക പരിശീലകർ, അതോടൊപ്പം തന്നെ അടുപ്പം നടിച്ചെത്തിയ സഹപാഠികളിൽ ചിലർ, ഒപ്പം തന്നെ പ്രദേശവാസികളും ബന്ധുക്കളും അടക്കം 64 പേരുടെ പേരാണ് കൗൺസിലിംഗിനിടെ പെൺകുട്ടി വിശദമായി പറഞ്ഞിട്ടുള്ളത്. പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണിലാണ് ഇത്തരത്തിൽ ചിലരൊക്കെ തന്നെ വിളിച്ചിട്ടുള്ളത്. അതിൽ 32 പേരുടെ പേരുകൾ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും പെൺകുട്ടി അത് കൗൺസിലിംഗിനിടയിൽ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പുറത്തായിരുന്നു. ഇത് കണ്ട പലരും പെൺകുട്ടിയുമായി സൗഹൃദം നടിക്കുകയും പത്തനംതിട്ട ചുട്ടിപ്പാറ എന്ന ആളൊഴിഞ്ഞ പ്രദേശത്തും അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലും സ്കൂളിലും പിന്നീട് പെൺകുട്ടിയുടെ വീട്ടിലുമെത്തി പീഡിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പെൺകുട്ടി കൗൺസിലിംഗിനിടയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വിശദമായ അന്വേഷണത്തിനാണ് പ്രത്യേക സംഘത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം. ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട, ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ ഈ ആളുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ കൊണ്ടുപോയ ഇടങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്യും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മഹിളാ സമാഖ്യ സൊസൈറ്റി മുഖേന CWCക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭ്യമാകുന്നത്. സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി പെൺകുട്ടിയുടെ വിശദമായ വിവരങ്ങളും അതോടൊപ്പം തന്നെ ചൂഷണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കാനായിരുന്നു ആദ്യഘട്ട ശ്രമം. അങ്ങനെ സൈക്കോളജിസ്റ്റ് നൽകിയ റിപ്പോർട്ട് പരിഗണിച്ച് CWC ആണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. ഒപ്പം തന്നെ മേൽനോട്ടത്തിനായി ജില്ലാ പോലീസ് മേധാവി തന്നെ ഉണ്ടാകണമെന്നുള്ള താല്പര്യവും CWC അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ 2 കേസുകളിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരാൾ നിലവിൽ ജയിലിൽ കഴിയുന്ന ആൾ കൂടിയാണ്. അങ്ങനെ 6 പേരാണ് ആ കേസിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ജയിലിൽ കഴിയുന്ന പ്രതിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഇലവന്തിട്ട പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. പോക്സോ വിഭാഗത്തിൽ ഇത്രയേറെ പേരുടെ പേര് ഉൾപ്പെട്ട ഒരു കേസ് കേരള ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നത് തന്നെ സംശയകരമാണ്. അതാണ് അഭിലാൽ, അതായത് ഇതിലിപ്പോൾ പരിശീലകരുണ്ട്, കായിക താരങ്ങളുണ്ട്, സഹപാഠികളുണ്ട്, സമീപവാസികളുണ്ട്, ഇവരൊക്കെയുണ്ട്. 64 പേര് ഒരു പെൺകുട്ടിയെ ഈ തരത്തിൽ ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നതിന് എത്രത്തോളം ഗൗരവതരമാണ്? ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള പീഡനം എത്രത്തോളം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോയെന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എങ്ങനെയാണ് വിഷയം പുറത്തറിയുന്നത്? ഇത് എത്ര കാലം ഇത് മൂടി വയ്ക്കപ്പെട്ടു? സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ കുട്ടികൾക്ക് നൽകിയ കൗൺസിലിംഗിനിടയിലാണ് ദുരനുഭവം പെൺകുട്ടി പങ്കുവെച്ചത്. പിന്നീടത് മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ പ്രവർത്തകർ മുഖേന CWCയുടെ പക്കലേക്ക് എത്തുകയായിരുന്നു. CWC പ്രത്യേക സൈക്കോളജിസ്റ്റിനെ ചുമതലപ്പെടുത്തി പെൺകുട്ടിയിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമിച്ചത്. പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഈ പീഡന കാലയളവിൽ. അതേസമയം തന്നെ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോൺ രാത്രി കാലയളവിൽ പെൺകുട്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ മരുന്ന് തന്നെ കഴിക്കുന്നു എന്നതിനാൽ തന്നെ സാധാരണയിലും നേരത്തെ രാത്രി കാലയളവിൽ ഉറങ്ങുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം രാത്രി കാലയളവിൽ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് പെൺകുട്ടി പലരുമായും സംസാരിച്ചത്. അതല്ലെങ്കിൽ പ്രതിപട്ടികയിലുള്ള പലരും പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ബന്ധപ്പെടുകയും പെൺകുട്ടിയെ ശാരീരികമായി ദുരുപയോഗം ചെയ്തിട്ടുള്ള 32 പേരുടെ പേരുകൾ ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണിൽ പെൺകുട്ടി തന്നെ സേവ് ചെയ്തിരുന്നു. അത്തരം ഫോൺ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പെൺകുട്ടി തന്നെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുള്ള 32 പേരുടെ ഫോൺ നമ്പരും പേരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബാക്കി 32ഓളം പേരുടെ വിശദാംശങ്ങൾ. സമയക്കുറവുണ്ട്, അതുകൊണ്ട് മാത്രം ഒന്ന് ഇടപെടുകയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. മറ്റെവിടുന്നുമല്ല, നമ്മുടെ നാട്ടിൽ നിന്നാണ്, പത്തനംതിട്ടയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്.